ഗ്രേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞാണ് നിർത്തിയത്, അല്ലേ? നമുക്ക് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണത്? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്, അല്ലെ? രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്, ഗംഗാ പ്ലെയിൻ ഉണ്ട്, അതുപോലെ ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ പറയുന്ന നിർത്തിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ നമുക്ക് അലൂവിയൽ ഫാൻസ് കാണാനായിട്ട് പറ്റും, അല്ലെ? ബ്രഹ്മപുത്ര പ്ലെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? അലൂവിയൽ ഫാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്ന അലൂവിയൽ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു നിർത്തിയതും ഈ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എന്താണ് അലൂവിയൽ ഫാൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയേ, ഒരു നദി ഒരു മൗണ്ടനിൽ നിന്നാണ് ഒഴുകി വരുന്നത് നമുക്കറിയാം, അല്ലെ? ഇതൊരു മൗണ്ടൻ ആണെങ്കിൽ ആ മൗണ്ടനിൽ നിന്നാണ് നദി എന്ത് ചെയ്യുന്നത്? ഒഴുകി വന്ന് എങ്ങോട്ട് എൻ്റർ ചെയ്യും? പ്ലെയിനിലോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നദികളുടെ വെലോസിറ്റി, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നദികളുടെ വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നന്നായിട്ട് കുറയും, ആണല്ലോ. അപ്പൊ സ്പീഡ് കുറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നദി ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കിയ ഐഡിയ കിട്ടും. ഒരു നദി ഇങ്ങനെ ഈ പറയുന്ന സ്ഥലത്തൂടെ ഒഴുകി വരുമ്പോൾ ഒരുപാട് സെഡിമെന്റുകൾ കൂടെ കൊണ്ടുവരാറുണ്ട്. എന്ത് കൊണ്ടുവരാറുണ്ട്? സെഡിമെന്റുകൾ കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ പറയുന്ന സെഡിമെന്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന നദി പെട്ടെന്ന് അതിന്റെ വേഗത കുറയുന്നു. അങ്ങനെ പെട്ടെന്ന് അതിന്റെ വേഗത കുറയുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന സെഡിമെന്റുകളെ ക്യാരി ചെയ്യാനുള്ള ഒരു കഴിവ് വെള്ളത്തിന് ഇല്ലാതാവുകയും അതെന്ത് ചെയ്യുന്നു? ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് 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 ഈ പറയുന്ന സ്ഥലത്ത് ഈ ഷേപ്പിൽ, അല്ലെ, നമ്മുടെ ഒരു വീശറിയുടെ ഒരു ഷേപ്പ് പോലെ നമുക്കിവിടെ തോന്നും, ആണോ? അല്ലെ, നമ്മുടെ വീശറിയുടെ ഒരു ഫാൻ ഷേപ്പ് പോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ചെളി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ രൂപപ്പെടുന്ന ഒരു ലാൻഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? അലൂവിയൽ ഫാൻ. ഓക്കെ, അപ്പോ നദി എന്ത് ചെയ്യുന്നു? മൗണ്ടനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു, നദിയുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയുന്നു. സോ കൊണ്ടുവരുന്ന സെഡിമെന്റുകൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ നദിയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഈ അലൂവിയൽ ഫാൻസ് എന്താന്നുള്ള കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കാം. വെൻ റിവർ എൻ്റർ എ പ്ലെയിൻ, അല്ലെ, നദി എന്ത് ചെയ്യുന്നു? സമതലങ്ങൾ എൻ്റർ ചെയ്യുന്നു. എവിടെ നിന്ന്? മൗണ്ടനസ് റീജിയനിൽ നിന്ന്. വെലോസിറ്റി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ കൊണ്ടുവരുന്ന സെഡിമെന്റുകൾ അല്ലെങ്കിൽ അലൂവിയം, നമ്മുടെ ഭാഷയിൽ ചെളി, എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നദീതീരത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്ത് ഫോം? ഈ പറയുന്ന ഒരു ഷേപ്പിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലൂവിയൽ ഫാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നദികളുമായി ബന്ധപ്പെട്ട അലൂവിയൽ ഫാൻസ് പോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു നദിയുടെ ഉത്ഭവം മുതൽ അതിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ നദി ഉത്ഭവിക്കുന്ന സ്ഥലം, പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ, ഓക്കെ, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് സോഴ്സ് എന്നാണ്. എന്താണ്? സോഴ്സ്. ഓക്കെ, നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് എന്ത്? സോഴ്സ്. ഇനി അത് ഒഴുകി വരുന്ന ആ ഒരു പാതയുണ്ടല്ലോ, അതിനാണ് നമ്മൾ നദിയുടെ എന്തെന്ന് വിളിക്കുന്നത്? കോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കോഴ്സ്. അതിന്റെ ഒഴുകുന്ന സ്ഥലം. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വളരെ ചെറിയ ചെറിയ കുറേ എന്താണ് അരുവികൾ ഒക്കെ ഇവിടെ മുകളിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ ചെറിയ കുറെ അരുവികൾ ഒരുമിച്ച് വന്ന് ചേർന്നാണ് എന്താകുന്നത്? ഒരു നദിയാകുന്നത്. ആ നദിയായി തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ എന്ത് വിളിക്കും? സോഴ്സ് എന്ന് വിളിക്കും. ഇനി നദി ഒഴുകി വരുന്ന കോഴ്സിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തേത് ഈ താഴെ കാണുന്ന അപ്പർ കോഴ്സ്, കണ്ടോ? ഈ പറയുന്ന ഭാഗം. അടുത്ത് വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് മിഡിൽ കോഴ്സ്, ഈ വരുന്ന ഭാഗം. മൂന്നാമത് വരുന്നതാണ് ലോവർ കോഴ്സ്, ഈ വരുന്ന ഭാഗം. എന്ന് വെച്ചാൽ അപ്പർ കോഴ്സിൽ നദി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അത് മൗണ്ടനിലായിരിക്കും. അത് എവിടെയായിരിക്കും? മൗണ്ടനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വാട്ടർഫോൾ, ഓക്കെ, നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോ എന്ത് പറയാൻ പറ്റും? വാലികൾ, ഓക്കെ, എന്താണ്? വാലി, താഴ്വരകൾ ഒക്കെ ഉണ്ടാകുന്നത് ഈ പറയുന്ന അപ്പർ കോഴ്സിലാണ്. ഇനി നിങ്ങൾ ഈ മിഡിൽ കോഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോ പഠിച്ച അലൂവിയൽ ഫാൻസ്, അല്ലെ, അലൂവിയൽ ഫാൻ നമ്മളിപ്പോ പഠിച്ചു. കാരണം നദിയുടെ വെലോസിറ്റി കുറയുന്ന കാരണം ഇവിടെ ഉണ്ടാകുന്നതാണ് എന്ത്? അലൂവിയൽ ഫാൻസ് പോലെ. എന്നാൽ ലോവർ കോഴ്സ് ആകുമ്പോൾ നദി എവിടോട്ട് എൻ്റർ ചെയ്യുകയാണ്? സമതലങ്ങൾ അഥവാ പ്ലെയിനിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നദിയുടെ ആ ഒരു രൂപം ഒന്ന് നോക്കിയേ. സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകി വന്ന നദി ഈ ഭാഗമൊക്കെ എത്തറാകുമ്പോൾ ഒന്ന് വളഞ്ഞു തിരിഞ്ഞു തുടങ്ങും. ലോവർ കോഴ്സ് എത്തിയപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഇതുപോലെ വളഞ്ഞു തിരിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? വലിയൊരു വാട്ടർ ബോഡി വന്ന് ചേരുന്നു.
അങ്ങനെ നദി അവസാനിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് റിവർ മൗത്ത്. എന്താണ്? റിവർ മൗത്ത്. ഈ റിവർ മൗത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ഒന്നുകിൽ ഒരു കായലിലായിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും, കടലിലായിരിക്കും വന്ന് ചേരുന്നത്. ഓക്കെ, അപ്പോൾ നദി ഉത്ഭവിച്ച് ഒഴുകി വരുന്ന സമയത്ത് അതിൽ പലതരം ലാൻഡ് ഫോമുകൾ എന്ത് ചെയ്യാറുണ്ട്? ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന 2 ലാൻഡ് ഫോമുകളെ പറ്റി ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഏതാണ്? അലൂവിയൽ ഫാൻ. അപ്പൊ ഇതല്ലാതെ ഒന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. സോ റിവർ എന്ന് പറയുമ്പോൾ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സോഴ്സ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നു, എവിടെയാണ് അവസാനിക്കുന്നത് അതിന് റിവർ മൗത്ത് എന്ന് പറയും. റിവറിന്റെ പ്ലേസ് ഓഫ് ഒറിജിനും അതിന്റെ റിവർ മൗത്തിനും ഇടയിലായിട്ട് നമുക്കതിന് 3 കോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. അങ്ങനെയുള്ളതിനകത്തുള്ള എന്താണ് നമ്മൾ അലൂവിയൽ ഫാൻ പഠിച്ചു. മറ്റ് 2 ലാൻഡ് ഫോം കൂടെ ഒന്ന് നോക്കി വെച്ചു. ഒന്ന് മിയാൻഡേഴ്സും മറ്റൊന്ന് ഓക്സ് ബോയ്. മിയാൻഡേഴ്സും ഓക്സ് ബോയ്. സോ നോക്കാം എന്താണ് മിയാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നദി ഒഴുകി വരുന്ന സമയത്ത് നദിയുടെ വെലോസിറ്റി കുറയുന്ന കാരണം അതിന്റെ ഗതി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. കണ്ടോ, ഇതുപോലെ നേരെ വന്ന നദി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകും. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയാൻഡറിങ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മിയാൻഡറിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ മിയാൻഡറിങ് ഉണ്ടാവാനുള്ള കാരണം? സിമ്പിൾ ആണ്, നമ്മുടെ ചെളികളുടെ ഡെപ്പോസിഷൻ ആണ്. ഓക്കെ, എന്താണ്? ചെളികളുടെ ഡെപ്പോസിഷൻ കാരണം. അതായത് നേരെ ഒഴുകി വരുന്ന ഒരു നദിയിൽ ഒരു തടസ്സമുണ്ട്. അപ്പൊ ഈ തടസ്സത്തെ തട്ടി മാറ്റാൻ നദിക്ക് പറ്റാതെ വരുമ്പോൾ നദി എന്ത് ചെയ്യും? ആ ഒരു വശത്തോട്ടൊന്ന് അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചരിഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞ് ഒഴുകി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയാൻഡറിങ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ മിയാൻഡറിങ് കാരണം ഉണ്ടാകുന്ന ഒന്നാണ് ഓക്സ് ബോ. ഓക്സ് ബോ എന്ന് വെച്ചാൽ നിങ്ങളത് ഓക്സിന്റെ കൊമ്പ്, കാളക്കൊമ്പ് പോലെ ഇരിക്കുന്ന ഭാഗം എന്ന് വെച്ചാല് ഇവിടെ നോക്കി, ഇവിടെ ഒരു നദി എന്ത് ചെയ്തേക്കാണ്? വളഞ്ഞു പോയേക്കാണ്. ഈ പിക്ചറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, നദി എന്ത് ചെയ്തേക്കാണ്? ഇങ്ങനെ വളഞ്ഞു പോയേക്കാണ്. കുറെ കാലം കഴിയുമ്പോൾ ഈ പറയുന്ന നദിയുടെ ഈ കോഴ്സിന് എന്ത് ചെയ്യും? ചെറിയൊരു മാറ്റം. അതായത് പിന്നീട് നല്ലൊരു മഴക്കാലമൊക്കെ വന്നു എന്ന് വിചാരിക്കുക. ആ മഴക്കാലം വരുന്ന സമയത്ത് എന്ത് പറ്റും? നദി വീണ്ടും പഴയ പോലെ നേരെ അങ്ങ് ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ വളഞ്ഞു പോകാതെ നദി എന്ത് ചെയ്യും? നേരെ ഒഴുകും. അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്യും? ഇവിടെ നിന്നും സെപ്പറേറ്റഡ് ആകും. അങ്ങനെ സെപ്പറേറ്റഡ് ആവുന്ന ഭാഗത്ത് പിന്നീട് ചെളിയൊക്കെ നിറഞ്ഞിട്ട് ഇതൊരു സെപ്പറേറ്റ് വാട്ടർ ബോഡി ആയിട്ട് മാറും. ആ വാട്ടർ ബോഡിയുടെ ഷേപ്പ് ഒന്ന് നോക്കി, ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാളക്കൊമ്പ് പോലെയൊക്കെ തോന്നത്തില്ലേ? അങ്ങനെ ഫോം ചെയ്യുന്ന ലേക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സ് ബോ ലേക്ക്. എന്തുവാണ്? ഓക്സ് ബോ ലേക്ക്. ഓക്കെ, അപ്പൊ നോക്ക് എന്താണ്? ദ റിവർ കണ്ടിന്യൂസ് ഫ്ലോ ത്രൂ ദ പ്ലെയിൻ, സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ്. ആസ് ദ റിവർ വെലോസിറ്റി ഡിക്രീസസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്ലോയിങ്, ക്രിയേറ്റിംഗ് കർവ്. അല്ലെ, കർവുകളായിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ സൈനസോയിഡൽ എന്ന് വെച്ചാൽ എസ് ഷേപ്പിൽ എന്ന് മനസ്സിലാക്കി വെക്കും. ഇതിനാണ് നമ്മൾ മിയാൻഡറിങ് എന്ന് പറയുന്നത്. ഈ മിയാൻഡറിങ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ഓക്സ് ബോകൾ ഉണ്ടാകുന്നത്. എന്തുണ്ടാവുന്നത്? ഓക്സ് ബോ. അപ്പോൾ ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ലാൻഡ് ഫോമുകളെ പറ്റി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിച്ചു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബേസ്ഡ് ഓൺ ജിയോമോർഫിക് ഫീച്ചേഴ്സ്. ജിയോമോർഫിക് എന്ന് വെച്ചാൽ ഭൂമിയുടെ സർഫസിൽ കാണുന്ന ഫീച്ചേഴ്സ്. സോ ജിയോമോർഫിക് ഫീച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ബാബർ. എന്താണ്? ബാബർ. 2 തെരായ്. മൂന്നാമത്തേത് അലൂവിയൽ പ്ലെയിൻ. ഇത് രണ്ടും കൂടി ചേർത്താണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് അലൂവിയൽ പ്ലെയിൻ. എന്താണ്? അലൂവിയൽ പ്ലെയിൻ. ഈ അലൂവിയൽ പ്ലെയിനകത്ത് വരുന്നതാണ് ബംഗറും ഖാദറും. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, സിമ്പിൾ കാര്യങ്ങളാണ്. നമുക്കിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ എന്താണ് ഈ പറയുന്ന ബംഗറും ഖാദറും ബാബറും തെരായി? നമ്മുടെ മൗണ്ടൻ ഹിമാലയം അവിടെ നിന്ന് ഒഴുകി വരുന്ന നദി. ഈ നദി ഇങ്ങനെ പെട്ടെന്ന് ഒഴുകി വരുമ്പോൾ ഓക്കെ, ഇവിടെ നിന്നും ഈ പറയുന്ന മൗണ്ടനിൽ നിന്നും അല്ലെ, ഇറോഷൻ കാരണം പാറകളും കല്ലുകളും ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നദി ഒഴുകി വരുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. കണ്ടോ, ഇവിടെ പാറകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പെബിൾസ് കിടക്കുന്ന കണ്ടോ. ഈ പറയുന്ന സ്ഥലത്ത് പെബിൾസ് ഉണ്ടാവും. ഇവിടെ ഒഴുകി എത്തുന്ന നദി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഒഴുകി ഈ പറഞ്ഞ പാറകൾക്ക് അടിയിലൂടെ ഒഴുകി ഇങ്ങനെ പോകും. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് നദിയുടെ കോഴ്സ് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ പറയുന്ന കല്ലൊക്കെ കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാബർ റീജിയൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ബാബർ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ബാബർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാല്
നാരോ ബെൽറ്റ്. ഓക്കെ, ഇതൊരു ചെറിയ നാരോ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഈ റീജിയണിൽ ഏതാണ്ട് ഒരു 8 to 10 ഓരോന്നും നമുക്ക് പഠിക്കാം, എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നുണ്ടേ. ഒരു 8 to 10 കിലോമീറ്റർ വീതിക്ക് വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ബാബർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൗണ്ടൻസിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് അല്ലെ, ശിവാലിക്സ് ആണ് ഏറ്റവും അവസാനത്തെ ഔട്ടർ ഹിമാലയം. ശിവാലിക്സ് കഴിഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറയുന്ന ഫൂട്ട് ഹിൽസിലാണ് കാണപ്പെടുന്നത്. ഇവിടെ എന്തായിരിക്കും? പാറകളുടെ ഡെപ്പോസിഷൻ ആയിരിക്കും, റോക്കുകളുടെ ഡെപ്പോസിഷൻ ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ വെച്ച് നദി എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. എന്ത് ചെയ്യും? ഡിസപ്പിയർ ആകും, അല്ലെ, അപ്രത്യക്ഷമാകും. കാരണം പാറകൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ നദി നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് എന്ത് ഈ പറയുന്ന ബാബർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ അടിയിൽ കൂടി ഒഴുകുന്ന നദി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും സമതലത്തിലോട്ട് എൻ്റർ ചെയ്യും. അപ്പൊ എൻ്റർ ചെയ്യുന്ന ഈ ഒരു റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തേരായി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? തേരായി. ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു സ്വാമ്പ് പോലത്തെ സ്ഥലമായിരിക്കും. എന്ന് വെച്ചാൽ ചതുപ്പ്, ചെളിയൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന തേരായി. ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഒഴുകി എത്തുന്ന നദി എന്ത് ചെയ്യും? സമതലങ്ങളിലെ അല്ലെങ്കിൽ ഒഴുകുന്ന നദിയുടെ ഇരുവശങ്ങളിലും എന്ത് ചെയ്യും? മണ്ണിനെ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളതിന്റെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സമതലം ഉണ്ടാകുന്നു. ആ സമതലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? അലൂവിയൽ പ്ലെയിൻ. ഓരോന്നായിട്ട് നോക്കാമല്ലോ. ശരി, നോക്കൂ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. 3 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒന്ന് ബാബർ, മറ്റൊന്ന് തേരായി, 3 അലൂവിയൽ പ്ലെയിൻ. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബാബർ ബെൽറ്റിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് ബാബർ ബെൽറ്റ് എന്ന് പറയുന്നത് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട്, ഇത് കണ്ടോ, ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഒരു നാരോ ബെൽറ്റ്, കുത്തുകുത്തായിട്ട് കാണുന്ന നാരോ ബെൽറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാബർ റീജിയൻ എന്ന് പറയും. ബാബർ റീജിയൻ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. കണ്ടോ, മൊത്തം എന്താണ്? പാറകളാണ്. കണ്ടോ, അവിടെ ഇവിടെയും പാറകളാണ്. ഇതിന്റെ സൈഡിൽ കൂടിയൊക്കെയാണ്, അതിന്റെ അടിയിൽ കൂടിയൊക്കെയാണ് നദി എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. ഈ ഒരു നാരോ ബെൽറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാബർ ബെൽറ്റ്. അപ്പൊ എന്താണ്? ബാബർ ഈസ് എ നാരോ ബെൽറ്റ്, അപ്രോക്സിമേറ്റ്ലി 8 to 10 കിലോമീറ്റർ വൈഡ്. ആർക്ക് പാരലായിട്ട്? ശിവാലിക് മൗണ്ടൻസിന് പാരലായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഇവിടെയാണ് എന്തുള്ളത്? ശിവാലിക് മൗണ്ടൻസ് ഈ ഒരു ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്. നിങ്ങൾക്ക് അറിയാം, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അപ്പൊ ശിവാലിക്സിന് താഴെയായിട്ടാണ് എന്ത് കാണുന്നത്? ബാബർ ബെൽറ്റ് റീജിയൻ കാണുന്നത്, അല്ലെ, ശിവാലിക് മൗണ്ടൻസിന്റെ ഫൂട്ട് ഹിൽസിന് അടുത്തായിട്ടാണ്. എന്താ ഫോം ചെയ്യുന്നത്? ദിസ് ഈസ് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് റോക്സ്, അല്ലെ, പാറകളും ഭക്ഷണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നദികൾ കൊണ്ടുവരുന്നത് ഇവിടെ ഇട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റീജിയൻ ഉണ്ടാകും. ഓക്കെ, ദ റിവർ ഫ്ലോയിങ് ത്രൂ ദിസ് റീജിയൻ ആർ നോട്ട് വിസിബിൾ. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ്? റിവറുകൾ ഇവിടെ വെച്ച് ഡിസപ്പിയർ ചെയ്യും. ഫ്ലോയിങ് ബിനീത്ത് ദ റോക്സ്, അല്ലെ, പാറകൾക്കടിയിൽ കൂടി ആയിരിക്കും ഒഴുകുന്നത്. അപ്പൊ ആ ഒരു ഏരിയ വിളിക്കുന്ന പേര് ബാബർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും തേരായി റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ എന്ന് വെച്ചാൽ മാർഷി ആൻഡ് സ്വാമ്പ് ഏരിയ ആയിരിക്കും. എന്തായിരിക്കും? മാർഷി ആൻഡ് സ്വാമ്പ് ഏരിയ എന്ന് വെച്ചാൽ അതായത് ഈ പറയുന്ന മഞ്ഞ കളറിൽ ഞാൻ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നു, ഞാൻ മാർക്ക് ചെയ്യുന്ന റെഡിലാണ്, എന്നാൽ മാപ്പിൽ ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ ഒരു റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? തേരായി റീജിയൻ എന്ന് പറയും. തേരായി റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ട്. കണ്ടോ, ചതുപ്പ് നിലം പോലെ, അല്ലെ? ഇത് കണ്ടോ, ഇവിടെ എന്താണ്? പുല്ലൊക്കെ പിടിച്ച് മൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾവാസം ഒന്നും ഇല്ല. ഇവിടെ പുറകെ നിങ്ങൾക്ക് ശിവാലിക് മൗണ്ടൻസ് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. കണ്ടോ, ശിവാലിക് മൗണ്ടൻസ് കാണുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മുടെ ബാബർ ബെൽറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ചെളിയുള്ള ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? തേരായി റീജിയൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 10 തൊട്ട് 20 കിലോമീറ്റർ വരെയാണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ബാബർ ഭാഗത്ത് വെച്ച് ഡിസപ്പിയർ ആയ നദികൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് റീ അപ്പിയർ ചെയ്യും. എന്ത് ചെയ്യും? റീ അപ്പിയർ, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്ന റീജിയൻ. അതാണ് എന്ത്? തേരായി എന്ന് പറയുന്നത്. അപ്പൊ തേരായി എന്ന് വെച്ചാൽ എന്താണ്? തേരായി എന്ന് വെച്ചാൽ എന്താണ്? സ്വാമ്പി ഏരിയ ട്രാക്റ്റ് ആണ്. 10 to 20 കിലോമീറ്റർ ആർക്ക് പാരലായിട്ട്? ബാബർ ബെൽറ്റിന് പാരലായിട്ട് കാണപ്പെടും. നദികൾ എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് ഡിസപ്പിയർ നദികൾ ഇവിടെ വെച്ച് വീണ്ടും എമേർജ് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നല്ല രീതിയിൽ ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് ഈ ഭാഗത്ത് കണ്ടു തുടങ്ങും. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള കാടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങൾ കാണപ്പെടുന്ന റീജിയൻ ആണെന്ന് പറയുന്നത് തേരായി റീജിയൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ് ഏത്? അലൂവിയൽ പ്ലെയിൻ എന്ന് പറയും. എന്തെന്ന് പറയുന്നത്? അലൂവിയൽ പ്ലെയിൻ. ശ്രദ്ധിക്കാം, ഒഴുകി വരുന്ന നദികൾ നദിയുടെ തീരത്തേക്ക്, അല്ലെ, ഇപ്പൊ നമുക്ക് പ്രളയം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, അല്ലെ, നദികളിൽ നിന്നൊക്കെയുള്ള വെള്ളം വീട്ടിലേക്ക് കയറിയിട്ട് വെള്ളം ഇറങ്ങി പോകുമ്പോൾ ആ വീട് മൊത്തം എന്തായിരിക്കും? ചെളിയായിരിക്കും, അല്ലെ, മഡായിരിക്കും.
ഇതുപോലെ വർഷാവർഷം നദികളുടെ തീരത്തും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ഡെപ്പോസിഷൻ നടക്കാറുണ്ട്. കണ്ടോ, ഇതാണ് നദിയെങ്കിൽ അതിന്റെ ഇരുവശങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ഡെപ്പോസിഷൻ നടക്കാറുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഈ അലൂവിയൽ പ്ലെയിന് രണ്ട് ഭാഗങ്ങൾ. ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നു അല്ലെ, എന്ന് വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത മണ്ണ്, അതായത് ഓൾഡ് അലൂവിയൽ സോയിൽ. എന്താണ്, ഓൾഡ് അലൂവിയൽ സോയിൽ. അതിനെ വിളിക്കുന്ന പേര് ബങ്കർ. എന്താണ്, ബങ്കർ. എന്നാൽ പുതുതായി ഡെപ്പോസിറ്റ് ചെയ്തത് ഇവിടെ കാണുന്ന ഈ ഒരു മണ്ണിന്റെ ഭാഗം കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഖാദർ എന്ന് വിളിക്കുന്നത്. നമുക്കതിനെ എന്ത് പറയാം, ന്യൂ അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയാം. എന്ത് പറയാം, ന്യൂ അലൂവിയം അല്ലെങ്കിൽ ന്യൂ അലൂവിയൽ ഡെപ്പോസിറ്റ്. ഈ അലൂവിയൽ എന്ന് വെച്ചാൽ ഒരു മണ്ണാണ്, എക്കൽ മണ്ണ്. അപ്പൊ അതാണ് എന്ത്, അലൂവിയൽ പ്ലെയിൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് നോക്കിയേ, തേരായി റീജിയന്റെ സൗത്ത് ആയിട്ട് അല്ലെ, തേരായിയുടെ ഭാഗം താഴെയായിട്ട് ഓൾഡറും ന്യൂ ആയിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് കാണും. ഇതാണ് എന്തെന്ന് പറയുന്നത്, അലൂവിയൽ പ്ലെയിൻ എന്ന് പറയും. ഇതിലെ ഓൾഡ് അലൂവിയൽ സോയിലിനെ നമ്മൾ ബങ്കർ എന്നും ന്യൂ ആയിട്ട് ഫോം ചെയ്ത സോയിലിനെ നമ്മൾ ഖാദർ എന്നും വിളിക്കും. മാത്രമല്ല അലൂവിയൽ പ്ലെയിൻസിലാണ് ഒരുപാട് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകളായിട്ടുള്ള റിവറൈൻ ഐലൻഡ്, സാൻഡ് ബാർ, ഡെൽറ്റ, ബ്രൈഡഡ് സ്ട്രീം, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്ക് ഒക്കെ ഫോം ചെയ്യുന്നു. അപ്പൊ അലൂവിയൽ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ. തേരായി ബെൽറ്റിന് സൗത്തിലായിട്ട് മണ്ണ് കൊണ്ട് അല്ലെ അലൂവിയൽ സോയിൽ കൊണ്ട് ഫോം ചെയ്യുന്ന റീജിയൻ ആണ് അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ ഓൾഡ് ആണെങ്കിൽ അത് ബങ്കർ, ന്യൂ ആണെങ്കിൽ അത് ഖാദർ. പിന്നെ അതേ കുറെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിവറൈൻ ഐലൻഡ് എന്ന് വെച്ചാൽ എന്താണ്, നോക്കി, നദിക്ക് ഇടയിലായിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾ, നദിയുടെ ഇടയിലായിട്ട് ഫോം ചെയ്യുന്ന ഐലൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിവറൈൻ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഇവിടെ ഒഴുകി വരുന്ന ഒരു നദി, കാരണം നദിക്കിടയിലായിട്ട് കുറെ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ചെറിയ ഭാഗം ഉണ്ടാകും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിയ, വെൻ റിവർ ഫ്ലോ ത്രൂ പ്ലെയിൻ their velocity and depth are comparatively low. അല്ലെ, ഡെപ്തും വെലോസിറ്റിയും കുറവാണ്. സെഡിമെന്റുകൾ കൊണ്ടുവരുന്ന എന്ത് ചെയ്യും, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, ഫോമിങ് ആൻ ഐലൻഡ്. നദിക്ക് നാല് ചുറ്റും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ലാൻഡിനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ത്, റിവറൈൻ ഐലൻഡ് എന്ന് പറയും. ഓക്കെ, റിവറൈൻ ഐലൻഡ്. ഈ റിവറൈൻ ഐലൻഡിന് എക്സാമ്പിൾ ആണ് മജൂലി എന്ന് പറയുന്നത്. എന്താണ്, MAJUL. നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ മജൂലി ഐലൻഡ് ഉള്ളത്. നദീജന്യ ദ്വീപുകൾ വെച്ചിട്ട് വലുതുമാണ് എന്ത്, ഈ പറയുന്ന മജൂലി എന്ന് പറയുന്നത്. എങ്കിൽ എന്താണ് ഈ സാൻഡ് ബാർ എന്ന് വെച്ചാൽ, മണൽ തിട്ട. ഇവിടെ നോക്കി, ഈ പറയുന്ന മണലിന്റെ ഒരു ലാൻഡ് ഇങ്ങനെ നേരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. ഇതൊരു ഐലൻഡ് ആണോ എന്നല്ല, ഒരു സ്ട്രെച്ച്, ഒരു സ്ട്രിപ്പ് പോലെ പോവുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാൻഡ് ബാർ എന്ന് വിളിക്കുന്നത്. ലീനിയർ ലാൻഡ് ഫോം. ലീനിയർ എന്ന് വെച്ചാൽ ഒരു ലൈന് പോലെ പോകുന്ന ലാൻഡ് ഫോം formed by sediment including sand, silt and gravel along the river is called sand bar. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഈ പച്ച നിറത്തിൽ കാണുന്ന ഡെൽറ്റ. നദി അതിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ, നദി അതിന്റെ അവസാന ഭാഗം, അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, റിവർ മൗത്ത് അല്ലെ. നദി അതിന്റെ അവസാന ഭാഗമായിട്ട് റിവർ മൗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും, കൊണ്ടുവരുന്ന സെഡിമെന്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെന്റുകളുടെ ഷേപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിലാണ് അത് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിൽ ഫോം ചെയ്യുന്ന ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ. ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റയുടെ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൽറ്റാസ് എന്ന് വിളിക്കുന്നത്. ഇതെന്ന് വിളിക്കുന്നത് ഡെൽറ്റാസ്. അപ്പൊ എന്താണ്, അറ്റ് ദ റിവർ മൗത്ത് ദ വെലോസിറ്റി ഓഫ് ദ റിവർ ഡിക്രീസസ് and the sediments are deposited in the form of a Greek letter delta. So they are called deltas. നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗംഗാ നദി ബേ ഓഫ് ബംഗാൾ ചേരുന്ന ഭാഗത്ത് ഉള്ള ഒരു ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. അത് വളരെ ഫേമസ് ആണ്. പിന്നെ വരുന്ന ഒന്നാണ് ബ്രൈഡഡ് സ്ട്രീം. എന്തുവാണ്, ബ്രൈഡഡ് സ്ട്രീം. നദിയെ ഇതെല്ലാം ഡെപ്പോസിഷൻ കാരണം ഉണ്ടാവുന്നത്. എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്, ഡെപ്പോസിഷനാണ്. ഇവിടെ നോക്കിയേ കാണാൻ പറ്റും. കണ്ടോ, ഒരു നദി ഇങ്ങനെ പല 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 ചാനലുകളായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടോ, കണ്ടോ, ഇങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചാനലുകളായിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടോ. അപ്പോൾ വെലോസിറ്റി കുറയുന്ന സ്ഥലത്ത് ചെളികൾ പ്രസൻസ് കാരണം വെള്ളം നേരെ ഒഴുകാതെ ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒഴുകും. ഈ ഒഴുകുന്നതിനാണ് നമ്മൾ ബ്രൈഡഡ് സ്ട്രീം എന്ന് പറയുന്നത്.
ഇതിന്റെ ഡെഫിനേഷൻ ഒന്നും ഞാൻ ഇവിടെ കൊടുക്കുക, അത് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും ചോദിക്കത്തില്ല. എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം അടുത്ത ക്ലാസ് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പുതിയൊരു ക്ലാസ് ആയിട്ട് എടുക്കും. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തുകൂടെ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നോട്ട് വേണമെന്നുള്ളവർ ഇവിടെ പോവുക, ടെലഗ്രാമിലോട്ട് പോവുക, അവിടെ നിന്ന് ഞാൻ നോട്ട് എന്ത് ചെയ്യാം അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.